കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഓരോരോ വായനയും നമ്മുടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തിയ സ്നാപക യോഹന്നാനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ക്രിസ്തു സാക്ഷ്യം നൽകുന്ന ഒരു ക്രിസ്തുവിൻ്റെ അനുയായി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രകാശമായിട്ട് മാറണമെന്നും, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ലോകത്തിലേക്ക് ഞാൻ അയക്കാനിരിക്കുന്ന പ്രകാശമാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതവും ആ ഒരു പ്രകാശത്തിൻ്റെ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രവണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടേണ്ട ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തിരിച്ചറിയേണ്ടത്, ഈ ഒരു ജീവിതം നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴും ഈ ഒരു ക്രിസ്തു ജീവിതത്തിൽ ഞാൻ എത്രത്തോളം അവിടത്തേക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. നീണ്ട നാളുകൾക്ക് മുൻപ് ബാംഗ്ലൂർ ഒരു പള്ളിയിൽ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുത്ത ഒരു മനുഷ്യൻ കുർബാനയ്ക്ക് ശേഷം വീട്ടിലേക്കുള്ള ദൂരം കൊണ്ട് തന്നെ അവർ പോകുന്ന വഴിയിൽ ഒരു ജ്യൂസ് കടയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ അവർ കയറുന്ന മാത്രയിൽ അവിടെ കുറച്ച് നാടോടി സ്ത്രീകളും അവരുടെ മക്കളും അവിടെ ആയിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മനുഷ്യൻ അവർ ജ്യൂസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തേ അവരവിടെ ജ്യൂസ് ഒന്നും കുടിക്കാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കടയിലെ ആ ഒരു ഉടമസ്ഥൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടതായിട്ടുള്ള പൈസയില്ല. കാരണം നാടോടി സ്ത്രീകളും അവരുടെ മക്കളും ഉണ്ട്. അവരുടെ കയ്യിൽ എണ്ണി തിട്ടപ്പെടുത്തി നോക്കിക്കഴിയുമ്പോൾ അത്രയും പേർക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ദാഹം അകറ്റാനുള്ള പൈസ അവരുടെ കയ്യിലില്ല എന്നുള്ള ബോധ്യം അവർക്ക് വരികയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ പറയുകയാണ്, കുഴപ്പമില്ല, ഞാൻ അവരെ പൈസ തന്നോളാം, അവർക്ക് ജ്യൂസ് കൊടുത്തോളാൻ പറയുകയാണ്. ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തോട്ട് മാറി നിന്ന് തനിക്ക് വിളിക്കേണ്ട ആൾക്കാരൊക്കെ വിളിച്ച് സൗഹൃദം അന്വേഷിക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾക്ക് ലഭിച്ച ആ ഒരു ജ്യൂസ് അവിടെ വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീങ്ക ക്രിസ്ത്യാന, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിൻ്റെ മാത്രയിൽ തന്നെ ആ ഒരു മനുഷ്യൻ പറയാതെ പറയുന്നുണ്ട് തൻ്റെ ജീവിതം കൊണ്ട് അതേ എന്നുള്ളൊരു കാര്യം. നന്ദി എന്ന് പറഞ്ഞ് അവരോരോരുത്തരും മാറുമ്പോഴും അവരോരോ മക്കളെയും ഈ മനുഷ്യനെ കാണിച്ചുകൊണ്ട് മാറുമ്പോഴും ഈ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് എന്നുള്ള ബോധ്യം അത് തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. വീട്ടിലെത്തുമ്പോൾ തൻ്റെ മക്കളോട് ഈ ഒരു കാര്യം പറയുകയും എന്തുകൊണ്ട് അപ്പനെ അവർ ഒരു ക്രിസ്ത്യാനിയായിട്ട് തിരിച്ചറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ മക്കൾ ചോദിക്കുന്ന പല ഉത്തരങ്ങളുണ്ട്. ആ ഒരു ഉത്തരങ്ങൾക്കിടയിൽ അപ്പം പറയുന്നുണ്ട്, ഞാൻ അവിടെ ആയിരിക്കുന്ന മാത്രയിൽ എൻ്റെ കൊന്തയോ അല്ലെങ്കിൽ എൻ്റെ രൂപമോ സാദൃശ്യമോ ഒന്നും കണ്ടിട്ട് അവർ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയില്ല. അതിനപ്പുറത്തോട്ട് എൻ്റെ പ്രവൃത്തി കണ്ടിട്ടാണ് അവർ മനസ്സിലാക്കിയത് എന്നുള്ളൊരു കാര്യം ഒരു മാതൃഭാവത്തോടു കൂടി അവരപ്പൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോഴും നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബിനിയായിട്ട് മാറുമ്പോഴും ഒരു കുടുംബനാഥനായിട്ട് നിലകൊള്ളുമ്പോഴും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മക്കനും അല്ലെങ്കിൽ മകളുമായിട്ട് നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെയും എത്രത്തോളം ഒരു പ്രകാശമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാറാൻ പറ്റുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. കാരണം അനുദിന ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് എത്രയോ അവസരങ്ങൾ ഈ ഒരു സാക്ഷ്യത്തിനായിട്ട് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ലഭിക്കുന്നു. പക്ഷേ
മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ ഒരു തോന്നലിലും ബോധ്യത്തിലും പലപ്പോഴും നമ്മൾ പലതും അടക്കി വയ്ക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെയും ആ ഒരു സാക്ഷ്യം നൽകാതെയും പലപ്പോഴും പോകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥമായ നമ്മുടെ വിളിയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. യഥാർത്ഥമായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രേക്ഷിത ദൗത്യത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. കാരണം ഈ ഒരു സുവിശേഷ വായന വായിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മൾ വിളിക്കുന്നുണ്ട്, അത് അവർ സാക്ഷ്യം നൽകാനാണ്. എൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെയ്തികളും ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിൽ കൂടെ അവരെൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകാൻ, ഒരു നല്ല അപ്പനും അമ്മയുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ ഒരു ക്രൈസ്തവതയുടെ പൂർണ്ണത നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും ഈ ഒരു മാതൃക അവർ പിൻചെല്ലും എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് വ്യാപരിക്കുന്ന ഓരോ നിമിഷവും അവിടെ ഓരോന്നിലും ക്രൈസ്തവത തെളിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യം നൽകാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ആ ഒരു രൂപഭാവത്തിൽ നമുക്കായിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രകാശമായിട്ട് മാറാൻ നമ്മുടെ ജീവിതത്തിലും നമുക്കും പറ്റാതെ വരും എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ആത്മശോധന ചെയ്യണം. കാരണം ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും വരാനിരിക്കുന്ന മിശിഹായെ പറ്റിയിട്ടാണ് യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സഹനദാസനായ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും രക്ഷിക്കാൻ കടന്നു വരുന്ന ആ ഒരു മിശിഹായെ പറ്റി പറയുമ്പോൾ ലേഖനഭാഗത്തിലും പൗലോസ്ലീഹയും പറയുന്നത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ആ ഒരു മിശിഹായുടെ മക്കളായിട്ട് നിലകൊള്ളുമ്പോൾ, നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ഈ പ്രകാശമായിട്ട് എപ്പോഴും മാറണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതായിരിക്കാം, പക്ഷേ അവിടെയും പലപ്പോഴും സഹനങ്ങളും വേദനകളും അല്ലെങ്കിൽ തരത്താഴ്ത്തുകളുമാണെന്ന് പലപ്പോഴും പറയാതെ ഈ ഒരു ജീവിതത്തിലും ഈ ഒരു വേദനയിലും ഈ ഒരു സഹനത്തിലും ഈ ഒരു വെല്ലുവിളിയിലും ക്രിസ്തുവിൻ്റെ പ്രകാശം, അവൻ്റെ പ്രകാശമായിട്ട് ജീവിതത്തിലൂടെ മാറുവാനും ക്രിസ്തുവിനെ സാക്ഷിയായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മാറാനും പറ്റണം എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ആത്മശോധന ചെയ്യുക. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.